വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമ്മൾ ഗാർണിഷ് ചെയ്ത് ഫ്രൈഡ് റൈസ് ആക്കാൻ മതി. മുട്ട, പിന്നെ ക്യാരറ്റ്, ഇനി ബീൻസ്, കശുവണ്ടി, മുന്തിരി എല്ലാം നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ലുക്കാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ മമ്മിയുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. അപ്പം മമ്മി കുറച്ചിങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാം. മതി. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ ആ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ആ കൈ കൊണ്ട് തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അടിപൊളി ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ദേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ് സംഭവം. യമ്മി, അടിപൊളി. ഒരു കുഞ്ഞിന് വരാൻ പോലെ ഇതൊന്നും സഹായിക്കും.